സന്തോഷധ്വനിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയമുള്ളവരെ, ദൈവവുമായി അടുത്ത ജീവിതം നയിക്കാൻ കഴിയേണ്ടതിന് ലൗകിക സ്വാധീനങ്ങളിൽ നിന്ന് വേർപിരിയേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് വിശുദ്ധ പൗലോസ് എഴുതിയിരിക്കുന്നു. 2 കൊരിന്ത്യർ 6 അധ്യായത്തിൻ്റെ 14 മുതൽ വാക്യങ്ങൾ ഒന്ന് വായിക്കാം. നിങ്ങൾ അവിശ്വാസികളോട് ഇണയില്ല പിണ കൂടരുത്. നീതിക്കും അധർമ്മത്തിനും തമ്മിൽ എന്തൊരു ചേർച്ച? വെളിച്ചത്തിന് ഇരുളോട് എന്തു കൂട്ടായ്മ? ക്രിസ്തുവിനും ബലിയാലിനും തമ്മിൽ എന്തു പൊരുത്തം? അല്ല, വിശ്വാസിക്ക് അവിശ്വാസിയുമായി എന്തു ഓഹരി? ദൈവാലയത്തിന് വിഗ്രഹങ്ങളോട് എന്തു യോഗ്യത? നാം ജീവനുള്ള ദൈവത്തിൻ്റെ ആലയമല്ലോ. ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യും. ഞാൻ അവർക്ക് ദൈവവും അവർ എനിക്ക് ജനവും ആകും എന്ന് ദൈവം അരുളിച്ചെയ്തിരിക്കുന്നുവല്ലോ. അതുകൊണ്ട് അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിപ്പിൻ എന്ന് കർത്താവ് അരുളിച്ചെയ്യുന്നു. അശുദ്ധമായതൊന്നും തൊടരുത്. എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരും ആയിരിക്കും എന്ന് സർവശക്തനായ കർത്താവ് അരുളിച്ചെയ്യുന്നു. പ്രിയമുള്ളവരെ, ലൗകിക ചിന്തയിൽ നിന്നും, അതായത് ഈ ലോകത്തിൻ്റെ ചിന്തയിൽ നിന്നും പ്രവൃത്തിയിൽ നിന്നും നാം നമ്മെ തന്നെ വേർപെടുത്തിയാൽ ദൈവവുമായി നമുക്ക് കൂടുതൽ അടുത്ത ബന്ധം സ്ഥാപിക്കുവാൻ കഴിയും. നമ്മുടെ ജീവിതത്തിൽ ദൈവം മാത്രം ചെയ്യുന്ന ഒരു ശുദ്ധീകരണമുണ്ട്. എന്നാൽ ദൈവത്തോടൊപ്പം നാം സഹകരിക്കുമ്പോൾ ദൈവം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ശുദ്ധീകരണമുണ്ട്. ഇവിടെ വിശുദ്ധ പൗലോസ് എഴുതുന്നത്, നാം നിഷ്ക്രിയമായി ഇരിക്കുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി ചെയ്യുന്ന ഒരു ശുദ്ധീകരണത്തെക്കുറിച്ചല്ല, മറിച്ച് പാപത്തിനായുള്ള ഒരു പൊതുവായ ശുദ്ധീകരണത്തിനപ്പുറം ദൈവവുമായുള്ള അടുപ്പത്തിനായി ഒരു സ്വയം ശുദ്ധീകരണമാണിത്. പലപ്പോഴും നാം ജഡത്തിലെ എല്ലാ മാലിന്യങ്ങളിൽ നിന്നുമുള്ള ശുദ്ധീകരണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കർത്താവിന് മുൻപാകെ വിശുദ്ധിയെക്കുറിച്ച് ചിന്തിക്കുന്നത്. എന്നാൽ നമ്മിൽ തന്നെ ആത്മാവിൻ്റെ ശുദ്ധീകരണവും ആവശ്യമാണ്. ചിലപ്പോൾ ആത്മാവിൻ്റെ മാലിന്യത്തെക്കാൾ ജഡത്തിൻ്റെ മാലിന്യത്തെ കൈകാര്യം ചെയ്യുന്നത് എളുപ്പമാണ്. യേശുവിൻ്റെ ശുശ്രൂഷയിൽ ജഡത്തിൻ്റെ മാലിന്യത്താൽ കളങ്കപ്പെട്ടവർ, അതായത് വേശ്യന്മാർ, ചുങ്കക്കാർ, യേശുവിൻ്റെ അടുക്കൽ വരുന്നത് എളുപ്പമായിരുന്നു. എന്നാൽ ആത്മീയമായ മാലിന്യത്താൽ കളങ്കപ്പെട്ടവർ, ശാസ്ത്രിമാർ, പരീശന്മാർ പോലുള്ളവർ യേശുവിൻ്റെ അടുക്കൽ വരുന്നത് ബുദ്ധിമുട്ടായിരുന്നു. നമ്മുടെ അഹങ്കാരം, നമ്മുടെ നിയമാനുഷ്ഠാനം, നമ്മുടെ സ്വാർത്ഥത, നമ്മുടെ സ്വയനീതി, നമ്മുടെ കയ്പ്, നമ്മുടെ വെറുപ്പ് എന്നിവയെല്ലാം ജഡത്തിൽ ചെയ്യുന്ന പാപങ്ങളെക്കാൾ കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവയായിരിക്കും. ആത്മാവിനെ പലതരത്തിൽ മലിനമാക്കാം. ആത്മാവിൻ്റെ പാപങ്ങൾ ജഡത്തിൻ്റെ പാപങ്ങളെക്കാൾ മാരകമാണെന്ന് ഞാൻ കരുതുന്നു. എല്ലാ മാലിന്യങ്ങളിൽ നിന്നും നമ്മെ തന്നെ ശുദ്ധീകരിച്ചാൽ മാത്രം പോരാ. ക്രിസ്തീയ ജീവിതം തിന്മയിൽ നിന്ന് മുക്തി നേടുക മാത്രമല്ല, നിരന്തരം നന്മ ചെയ്യുകയും അങ്ങനെ ആയിത്തീരുകയും ചെയ്യുന്നു. ശ്രദ്ധിക്കുക, കൊരിന്ത്യൻ ക്രിസ്ത്യാനികളിൽ ശുദ്ധീകരണം ആവശ്യമുള്ളവരുടെ കൂട്ടത്തിൽ വിശുദ്ധ പൗലോസ് തന്നെയും ഉൾപ്പെടുത്തി എന്നുള്ളത് ശ്രദ്ധേയമാണ്. ശുദ്ധീകരണം ആവശ്യമുള്ളവരുടെ കൂട്ടത്തിൽ വിശുദ്ധ പൗലോസ് തന്നെയും ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാര്യമോ? ചിന്തിക്കുക. പ്രിയരെ, സ്വർഗത്തോടടുക്കും തോറും നമ്മുടെ അപൂർണതകളെക്കുറിച്ച് നമുക്ക് കൂടുതൽ ബോധമുണ്ടാകും. നമുക്ക് കൂടുതൽ വെളിച്ചം ലഭിക്കും തോറും നമ്മുടെ സ്വന്തം ഇരുട്ട് നാം കൂടുതൽ കണ്ടെത്തും. ചില മനുഷ്യർ പാപമായി കണക്കാക്കാത്തത് ആർദ്രമായ മനസാക്ഷിക്ക് ദാരുണമായ മലിനതയായിരിക്കും. ദൈവത്തിൻ്റെ പൂർണ്ണമായ ധാർമ്മിക സ്വഭാവം പ്രതിഫലിപ്പിക്കുന്ന ദൈവത്തിൻ്റെ സേവനത്തിനായി വേർതിരിക്കപ്പെടുന്നതിൻ്റെ ഗുണമാണ് വിശുദ്ധി. ലേവ്യ പുസ്തകം 11 അധ്യായത്തിൻ്റെ 44 വാക്യത്തിൽ ദൈവം പറയുന്നു, ഞാൻ നിങ്ങളുടെ ദൈവമായ കർത്താവാണ്. അതിനാൽ നിങ്ങളെ തന്നെ വിശുദ്ധീകരിച്ച് വിശുദ്ധരായിരിക്കുവിൻ, കാരണം ദൈവം പരിശുദ്ധനാണ്. ശ്രദ്ധിക്കുക, ദൈവഭയത്തിൽ വിശുദ്ധി പൂർണ്ണമാക്കുക എന്നാൽ ഒരാളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സ്വഭാവം പ്രതിഫലിപ്പിക്കാൻ ശ്രമിക്കുക എന്നതാണ്. ഇത് തൽക്ഷണ പ്രക്രിയയല്ല, മറിച്ച് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിലൂടെ തുടർച്ചയായി വിശദീകരിക്കപ്പെടുന്നു. ദൈവഭയത്തിൽ വിശുദ്ധി പൂർണ്ണമാക്കുന്നത് ദൈവം ആരാണെന്നുള്ള ആഴമായ ബോധ്യം ഉണ്ടാവുകയും ആഴമായ ബഹുമാനത്തിൽ നിന്നും വേരൂന്നിയതുമാണ്. അത് ദൈവത്തെ ഭയപ്പെടുന്നതിനെക്കുറിച്ചല്ല, മറിച്ച് നമ്മുടെ ശരീരത്താലും ആത്മാവിനാലും ദൈവത്തെ ബഹുമാനിക്കുന്നതിനെക്കുറിച്ചാണ്.
എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ ദൈവത്തിൻ്റെ പൈതലേ, ദൈവഭയത്തിൽ വിശുദ്ധി പൂർണ്ണമാക്കാൻ നിരവധി മാർഗങ്ങളുണ്ടെന്ന് അറിയുക. ഒന്നാമതായി, എളിമയോടെ ദൈവത്തിൻ്റെ സഹായം ചോദിക്കുക എന്നതാണ്. ദൈവമേ, എന്നെ ശോധന ചെയ്ത് എൻ്റെ ഹൃദയത്തെ അറിയണമേ. എന്നെ പരീക്ഷിച്ച് എൻ്റെ ചിന്തകളെ അറിയണമേ. എന്നിൽ ദുഃഖകരമായ ഒരു വഴിയുണ്ടോ എന്ന് നോക്കി ശാശ്വതമായ വഴിയിൽ എന്നെ നടത്തണമേ. പ്രിയമുള്ളവരെ, ഇപ്രകാരം നാം ദൈവസന്നിധിയിൽ നമ്മെ തന്നെ താഴ്ത്തി പ്രാർത്ഥിക്കുമ്പോൾ ശുദ്ധീകരിക്കപ്പെടേണ്ട മേഖലകൾ തിരിച്ചറിയുവാൻ കർത്താവ് നമ്മെ സഹായിക്കും. നമുക്ക് നമ്മെ തന്നെ ശുദ്ധീകരിക്കാം എന്ന കൽപ്പന കാണിക്കുന്നത് വിശുദ്ധി യാന്ത്രികമല്ല എന്നാണ്. അതിന് മനഃപൂർവമായ ശ്രമം ആവശ്യമാണ്. ദൈവത്തിൽ നിന്ന് നമ്മെ അകറ്റുന്ന എന്തിൽ നിന്നും, പാപത്തിൽ നിന്നും നാം പിന്തിരിയണം. അധാർമികമായ സാഹചര്യങ്ങൾ നിറഞ്ഞ, ധാർമ്മിക ദുഷിപ്പ് നിറഞ്ഞ ഒരു ലോകത്ത് വിശ്വാസികൾ വ്യത്യസ്തമായി ജീവിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു എന്നതിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് ഈ വാക്യം. സ്നേഹവാനായ ഒരു പിതാവ് തൻ്റെ മക്കൾക്ക് ഏറ്റവും നല്ലത് ആഗ്രഹിക്കുന്നതാണ്. ദൈവത്തിൻ്റെ വിളി നിയന്ത്രണത്തെക്കുറിച്ചല്ല, അത് സംരക്ഷണത്തെക്കുറിച്ചാണ്. പാപം നമ്മെ ഉപദ്രവിക്കുന്നുവെന്നും നമ്മെ ദൈവത്തിൽ നിന്ന് വേർപെടുത്തുന്നുവെന്നും നാശത്തിലേക്ക് നയിക്കുന്നുവെന്നും ദൈവത്തിനറിയാം. യേശുക്രിസ്തുവിലൂടെ നാം വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് മാത്രമല്ല, അത് പിന്തുടരാൻ നാം പ്രാപ്തരാക്കപ്പെടുന്നു. യേശുവിൻ്റെ യാഗം നമ്മെ പാപത്തിൽ നിന്നും ശുദ്ധീകരിക്കുന്നു. യേശുവിൻ്റെ ആത്മാവ് നീതിയിൽ നടക്കാൻ നമ്മെ ശക്തിപ്പെടുത്തുന്നു. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ? ദൈവത്തിൻ്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ദൈവത്തിൻ്റെ മന്ദിരം വിശുദ്ധമല്ലോ, നിങ്ങളും അങ്ങനെ തന്നെ. പ്രിയമുള്ളവരെ, നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞാൻ വിശുദ്ധിയിൽ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നു. പാപത്തെ തന്നെ വെറുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അത് വ്യക്തമായി കാണാനും എന്താണെന്ന് മനസ്സിലാക്കാനും എന്നെ സഹായിക്കണമേ. അങ്ങയുടെ ദൃഷ്ടിയിൽ നല്ലതും ശരിയായുമായതിൽ പറ്റി നിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങയുള്ള സ്നേഹത്തിൽ നിന്ന് അങ്ങയെ അനുസരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഹൃദയം എനിക്ക് തരണമേ. എല്ലാ മഹത്വവും അങ്ങേക്ക് നൽകുന്നു. യേശുവിൻ്റെ പരിശുദ്ധവും അതിശ്രേഷ്ഠതയേറിയതുമായ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ. ക്രിസ്തുവിലുള്ള നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകട്ടെ.